ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിൽ പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 330 വാക്കുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അതോടൊപ്പം തന്നെ 5, 6, 7 ക്ലാസ്സുകളിലായിട്ടുള്ള SCRT ടെക്സ്റ്റ് ബുക്കിലെ, അതായത് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ഭാഗങ്ങൾ മലയാളത്തിൽ നമ്മൾക്ക് പരിചയപ്പെടേണ്ട പുതിയ പുതിയ വാക്കുകളും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും 331 വാക്കിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, 331 വാക്ക് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ എഴുതി നോക്കുക. രൂപവത്കരണം. എഴുതി നോക്കൂ. രൂപവത്കരണം. എങ്ങനെയാണ് രൂപവത്കരണം എന്ന് എഴുതുക? രൂപവത്കരണം. ക്ലിയർ? രൂപവത്കരണം. എങ്ങനെയാണ് കേട്ടോ രൂപവത്കരണം എന്ന് എഴുതുക. നെക്സ്റ്റ്, രക്ഷാകർത്താവ്. എങ്ങനെയാണ് രക്ഷാകർത്താവ് എന്ന് എഴുതുക? രക്ഷാകർത്താവ്. ക്ലിയർ? രക്ഷാകർത്താവ്. ഒന്നും കൂടി എഴുതാട്ടോ. രൂപവത്കരണം എന്നെങ്ങനെയാണ് എഴുതുക? രൂപവത്കരണം. ക്ലിയർ? രക്ഷാകർത്താവ്. രക്ഷാകർത്താവ്. ഓക്കെ. സ്പീഡ് കുറവായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവര് സ്പീഡ് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ അത് കാണാൻ. രുതിരം. എഴുതി നോക്കിക്കേ. രുതിരം. രുതിരം. ഇങ്ങനെയാണ് കേട്ടോ രുതിരം എന്ന് എഴുതുക. നെക്സ്റ്റ്, ലാഞ്ചന. ലാഞ്ചന. എഴുതി നോക്കൂ. ലാഞ്ചന എന്ന്. ലാഞ്ചന. ഓക്കെ. നെക്സ്റ്റ് വേർഡ്, ലുബ്ധൻ. എങ്ങനെയാണ് ലുബ്ധൻ എന്ന് എഴുതുക? ലു വേണം, ഒരു ബ വേണം, പിന്നെ ഒരു ധൻ വേണം കേട്ടോ. എങ്ങനെയാണ് ലുബ്ധൻ എന്ന് എഴുതുക? ക്ലിയർ? ലുബ്ധൻ. നെക്സ്റ്റ് വേർഡ്, വഷളത്തം. എങ്ങനെയാണ് വഷളത്തം എന്ന് എഴുതുക? വഷളത്തം. ക്ലിയർ? വഷളത്തം. നെക്സ്റ്റ് 337 വേർഡ് പറയാണ്, വാഞ്ച. എങ്ങനെയാണ് വാഞ്ച എന്ന് എഴുതുക? വാഞ്ച. ക്ലിയർ? വാഞ്ച. ക്ലിയർ? നെക്സ്റ്റ് 338 വാക്കാണ് വിഡ്ഢിത്തം. എങ്ങനെയാണ് വിഡ്ഢിത്തം എന്ന് എഴുതുക? നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ അത് മുമ്പ്. വിഡ് പിന്നെ ഒരു ഡിത്തം. ഓക്കെ. വിഡ്ഢിത്തമാണ് വിഡ്ഢിത്തം. ഓക്കെ. വിഡ്ഢിത്തം. വിഡ്ഢിത്തം. വിദ്യുത് ശക്തി. ഇതൊക്കെ നമ്മൾ എഴുതിയ വാക്കുകൾ തന്നെയാണ്, എന്നാലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരികയാണ്. വിദ്യു പിന്നെ ഒരു ശക്തി. ക്ലിയർ? വിദ്യുത് ശക്തി. നെക്സ്റ്റ്, അത് വേണ്ട അല്ലെ. കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 340 കടക്കുകയാണ്. നെക്സ്റ്റ് വാക്ക് വസ്തുനിഷ്ഠം. എങ്ങനെയാണ് വസ്തുനിഷ്ഠം എന്ന് എഴുതുക? വസ്തു പിന്നെ എന്ത് വേണം? ഒരു നിഷ്ഠം കൂടി വേണം കേട്ടോ. വസ്തുനിഷ്ഠം. ക്ലിയർ? വസ്തുനിഷ്ഠം. ഓക്കെ. നെക്സ്റ്റ്, വിമ്മിട്ടം. എങ്ങനെയാണ് വിമ്മിട്ടം എന്ന് എഴുതാമെന്ന് എഴുതി നോക്കൂ. വിമ്മിട്ടം. ക്ലിയർ? വിമ്മിട്ടം. ഓക്കെ. നെക്സ്റ്റ്, വ്രതം. എങ്ങനെയാണ് വ്രതം എന്ന് എഴുതുക? വ്രതം. ക്ലിയർ ആയല്ലോ. 343 വാക്കാണ് വായ്പ നയം. എങ്ങനെയാണ് വായ്പ നയം എന്ന് എഴുതുക? വായ്പ നയം. ക്ലിയർ? വായ്പ നയം. ഓക്കെ. വായ്പ നയം. നെക്സ്റ്റ് 344 വാക്കാണ് വങ്കത്തം. എങ്ങനെയാണ് വങ്കത്തം എന്ന് എഴുതുക? വങ്കത്തം. ക്ലിയർ? വങ്കത്തം. 345 വാക്ക് വാരിധം. എങ്ങനെയാണ് വാരിധം? വാരിധം. ക്ലിയർ ആയല്ലോ. 346 വ്യത്യസ്തം. എങ്ങനെയാണ് വ്യത്യസ്തം എന്ന് എഴുതുക? ഓക്കെ. ക്ലിയർ?
ഒരു സതം വ്യത്യസ്തം. ഓക്കെ, 347 വാക്കിലേക്ക് പോവാണ്. വൃഷ്ടി. എങ്ങനെയാണ് വൃഷ്ടി എന്ന് എഴുതാ? വൃഷ്ടി. ക്ലിയർ. 348 വാക്ക് വ്രണം. ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. വ്രണം. ചിലതൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നന്നായി പഠിച്ചു വെക്കാട്ടാ. വ്രണം. വിദഗ്ധൻ. ഒന്ന് എഴുതി നോക്കിക്കേ. വിദഗ്ധൻ. എങ്ങനെയാണ് വിദഗ്ധൻ എഴുതുക? വിദ. ഓക്കെ, ഈദ തന്നെയാണ് വിദ. പിന്നെ ഒരു ഗ ധൻ. വിദഗ്ധൻ. ക്ലിയർ ആയല്ലോ. 350 വാക്കാണ് വൈയാകരണൻ. എങ്ങനെയാണ് വൈയാകരണൻ എന്നെഴുതുക? വൈയാകരണൻ. ക്ലിയർ. വൈയാകരണൻ. വൈയാകരണൻ. ഓക്കെ, നെക്സ്റ്റ് 351 വാക്ക് എന്താണ്? വാർഷികം. എങ്ങനെയാണ് വാർഷികം എന്നെഴുതുക? വാർഷികം. ഒരു കൺഫ്യൂഷൻ ചിലർക്ക് വരാൻ ചാൻസ് ഉണ്ട്. വിദഗ്ധൻ ഇത് ഇങ്ങനെയാണോ എന്നും ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. വിദഗ്ധൻ. ഓക്കെ. പിന്നെ 352 വാക്ക് ശരചന്ദ്രൻ. എങ്ങനെയാണ് ശരചന്ദ്രൻ എഴുതുക? ശര പിന്നെ ച വേണം കേട്ടോ. ശരചന്ദ്രൻ. ക്ലിയർ. ശരചന്ദ്രൻ. ഓക്കെ, ക്ലിയർ. ശരചന്ദ്രൻ. ശിപാർശ എന്ന് എഴുതി നോക്കൂ. ശിപാർശ. ശിപാർശ. ക്ലിയർ. ശിപാർശ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ശുഷ്കാന്തി. എങ്ങനെയാണ് ശുഷ്കാന്തി എന്ന് എഴുതുക? ശുഷ്കാന്തി. ഒന്നും കൂടി എഴുതാട്ടോ, അത് വളഞ്ഞുപോയി. എങ്ങനെയാ ശുഷ്കാന്തി എന്ന് എഴുതുക? ഒരു പോയോ? ശുഷ്കാന്തി. ക്ലിയർ ആയല്ലോ ശുഷ്കാന്തി. നെക്സ്റ്റ് 355. 355 വാക്കെത്തി. 355 ഏതാണ്? ശുശ്രൂഷ. എങ്ങനെയാണ് ശുശ്രൂഷ എന്ന് എഴുതുക? ശുശ്രൂഷ. 350. ഇതെന്താ എനിക്ക് തെറ്റിപ്പോന്നെ? 356 വാക്കിൽ നമ്മളെത്തി. ശ്ലാഘനീയം. എങ്ങനെയാണ് ശ്ലാഘനീയം എന്ന് എഴുതാവുന്ന? എഴുതി നോക്കൂ. ഓക്കെ, പിന്നെ ഘനീയം. ശ്ലാഘനീയം. ക്ലിയർ ആയല്ലോ. നോക്കട്ടെ. 356 വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു. രൂപവത്കരണം, രക്ഷാകർത്താവ്, രുധിരം, ലാഞ്ചന, ലുബ്ധൻ, വഷളത്വം, വാഞ്ച, വിഡിത്തം, വിദ്യുച്ഛക്തി, വസ്തുനിഷ്ഠം, വിമ്മിട്ടം, വ്രതം, വായ്പ നയം, വങ്കത്വം, വാരിധം, വ്യത്യസ്തം, വൃഷ്ടി, വ്രണം. ഇതാണ് കൂടുതൽ ചാൻസ് കേട്ടാ. വൃഷ്ടി, വ്രണം. പോയ വൃഷ്ടി, വ്രണം, വിദഗ്ധൻ, വൈയാകരണൻ, വാർഷികം, ശരചന്ദ്രൻ, ശിപാർശ, ശുഷ്കാന്തി, ശുശ്രൂഷ, ശ്ലാഘനീയം. ക്ലിയർ ആയല്ലോ. ഓക്കെ, 356 വാക്ക് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 357 വാക്കാണ് കേട്ടോ. 357 വാക്കാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിവിടെ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഒരു റിവിഷൻ ടെക്നിക്ക് പോലെ യൂസ് ചെയ്യാനും പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേഗം അവരുടെ ടോപ്പിക്ക് പഠിച്ചു തീർക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പലർക്കും പഠിക്കാനുള്ള ടോപ്പിക്കിനേക്കാൾ കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെയാണ് വേണ്ടത് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് എത്താൻ പറ്റുള്ളൂ.
കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു താൽക്കാലികമായ സമയത്തേക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആവുമെന്നല്ലാണ്ട് സ്ഥിരോത്സാഹം നിലനിർത്തണമെങ്കിൽ എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. അപ്പൊ ഇത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ ആ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, 357 വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശിരശ്ഛേദം. എങ്ങനെയാണ് ശിരശ്ഛേദം എന്ന് എഴുതാ? ശിരശ്ഛേദം. ഓക്കെ, ശിരശ്ഛേദം ഒന്നും കൂടി എഴുതാട്ടോ. ശിര. ഓക്കെ, ശിരശ്ഛേദം. ക്ലിയർ ആയോ? ശിരശ്ഛേദം. നെക്സ്റ്റ് 358 വാക്കാണ് ശൃംഖല. ഒന്ന് എഴുതി നോക്കൂ. ശൃംഖല. ശൃംഖല. ക്ലിയർ. 359 ശതാബ്ദി. ഒന്ന് എഴുതിക്കേ. ശതാബ്ദി. ശതാബ്ദി. ഓക്കെ, ശതാബ്ദി. 360 ശപഥം. എങ്ങനെയാണ് ശപഥം എന്ന് എഴുതാ? ശപഥം. ക്ലിയർ. 361 വാക്കാണ് ഛർദി. എങ്ങനെയാണ് ഛർദി എന്ന് എഴുതാ? ഛർദി. ക്ലിയർ. ഓക്കെ, 362 വാക്ക് ഷഷ്ടി പൂർത്തി. ഒന്ന് എഴുതി നോക്കൂ. ഷഷ്ടി പൂർത്തി. ഷഷ്ടി പൂർത്തി. ക്ലിയർ ആണല്ലോ. 363 വാക്ക് സമകാലികൻ. ഒന്ന് എഴുതി നോക്കിക്കേ. സമകാലികൻ. സമകാലികൻ. ക്ലിയർ ആവുന്നുണ്ടോ? സമകാലികൻ. 364 നമ്മൾ കടന്നു. സ്തുത്യർഹം. എങ്ങനെയാണ് സ്തുത്യർഹം എന്ന് എഴുതാ? സ്തുത്യർഹം. ഓക്കെ, സ്തുത്യർഹം. 365 സ്വൈര്യം. എങ്ങനെയാണ് സ്വൈര്യം എന്ന് എഴുതാ? സ്വൈര്യം. ഓക്കെ, സൗഷ്ഠവം. എങ്ങനെയാണ് സൗഷ്ഠവം എന്ന് എഴുതാ? അതൊക്കെ എന്താന്ന് തോന്നുന്നുണ്ടോ? സൗഷ്ഠവം. സൗഷ്ഠവം ചോദിച്ചിട്ടുള്ള വാക്കാണ്. 367 സ്നിഗ്ധം. എങ്ങനെയാണ് സ്നിഗ്ധം എന്ന് എഴുതാ? സനി. അതുപോലെ തന്നെ ഗദം. സ്നിഗ്ധം. 368 സ്നിഗ്ധം കഴിഞ്ഞു. നെക്സ്റ്റ് സാമ്യം. എങ്ങനെയാണ് സാമ്യം എന്ന് എഴുതാ? സാമ്യം. ക്ലിയർ. 369 സാമ്യം. ഓക്കെ, സ്തബ്ധം. ഒന്ന് എഴുതി നോക്കൂ. സ്തബ്ധം. സ്തബ്ധം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, 370 വാക്ക് സ്ഥൂലം. ഒന്ന് എഴുതി നോക്കൂ. സ്ഥൂലം. ഇതാണ് കേട്ടോ സ്ഥൂലം എന്നിങ്ങനെയാണ് എഴുതാ. 371 സ്പന്ദം. എങ്ങനെയാണ് സ്പന്ദം? അടുത്ത വാക്ക് എന്താണ്? സ്പന്ദം. ഓക്കെ, സ്പന്ദം. 372 സമ്രാട്ട്. 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 ഓക്കെ, ക്ലിയർ. സമ്രാട്ട്. ക്ലിയർ. നെക്സ്റ്റ് സമസ്തം. സമസ്തം എന്നൊന്ന് എഴുതിക്കേ. സമസ്തം. സമസ്തം. ഓക്കെ, സമസ്തം. 374 സമസ്തം എഴുതി കഴിഞ്ഞില്ലേ? ഇനി സജ്ജനം. സജ്ജനം. എങ്ങനെയാണ് സജ്ജനം എന്നെഴുതാ? സദ് പിന്നെ ഒരു ജനമാണ് സജ്ജനം. ഓക്കെ, 375 കടന്നു. സാമൂഹികം. എങ്ങനെയാണ് സാമൂഹികം എന്നെഴുതാ? സാമൂഹികം. സാമൂഹികം. ക്ലിയർ ആയല്ലോ. 376 സൗഹാർദ്ദം. എഴുതി നോക്കൂ. സൗഹാർദ്ദം. സൗഹാർദ്ദം. ക്ലിയർ. സൗഹാർദ്ദം. 377 സതീർത്യൻ. ഒന്ന് എഴുതി നോക്കൂ. സതീർത്യൻ. സതീർ പിന്നെ ഒരു ത്യൻ. സതീർത്യൻ. ക്ലിയർ. സതീർത്യൻ. 378 വാക്ക് സ്വസ്ഥം. ഒന്ന് എഴുതിക്കേ. സ്വസ്ഥം. എങ്ങനെയാണ് കേട്ടാ? സ്വസ്ഥം. ക്ലിയർ. 379 സായൂജ്യം. എന്താണ്? സായൂജ്യം. ക്ലിയർ. 380 സ്ഫടികം. എന്താണ്?
സ്ഫടികം. സ്ഫടികം. ഓക്കെ, സ്ഫടികം. ഒന്നുകൂടി എഴുതണം. സ്ഫടികം. ക്ലിയർ. അപ്പൊ നമ്മള് ഇന്ന് 380 വാക്ക്, 330 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. 331 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 380 വരെ എത്തി നിൽക്കുകയാണ്. ശിരശ്ഛേദം, ശൃംഖല, ശതാബ്ദി, ശബദം, ഛർദി, ഷഷ്ടിപൂർത്തി, സമകാലികൻ, സ്തുത്യർഹം, സ്വൈര്യം, സൗഷ്ഠവം. ഓക്കെ, സൗഷ്ഠവം, സ്നിഗ്ധം, സാമ്യം, സ്തബ്ധം, സ്ഥൂലം, സ്പന്ദം, സാമ്രാട്ട്, സമസ്തം, സജ്ജനം, സാമൂഹികം, സൗഹാർദ്ദം, സതീർത്ഥ്യൻ, സ്വസ്ഥം, സായുജ്യം, സ്ഫടികം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് ഈ ഭാഗത്ത് നിന്ന് ഇനി നെക്സ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എട്ടാം ക്ലാസ്സിലെ വാക്കുകളാണ് കേട്ടോ. അല്ല, 8ാം ക്ലാസ്സിലെ അല്ല, 9ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ് വരെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ 9ാം ക്ലാസ് SSCRT മലയാളമാണ് ഇനി നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ്സിൽ 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഒരു 400 സംതിങ് വാക്ക്, കുറച്ചും കൂടി വാക്കുകളും കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു പദശുദ്ധി എന്നുള്ള ഭാഗം നിർത്തും. എന്നിട്ട് നമ്മൾ അടുത്ത മലയാളം ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം പദശുദ്ധി ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പഠിച്ചാൽ മതിയല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കൂടി പഠിക്കാൻ പോവാണ്. 9ാം ക്ലാസ് SSCRT മലയാളമാണ് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 9th SSCRT മലയാളം പറയട്ടെ, എഴുതി നോക്കട്ടെ. കേൾക്കുമ്പോ പശ്ചിമം, അറിയുന്ന വാക്കുകൾ തന്നെയാണ് കേട്ടോ അധികം. പശ്ചിമം എഴുതി നോക്കൂ. പശ്ചിമം. ക്ലിയർ. നെക്സ്റ്റ്, വ്യവച്ഛേദിക്കുക. എങ്ങനെയാണ് വ്യവച്ഛേദിക്കുക? വ്യവച്ഛേദിക്കുക. ക്ലിയർ. വ്യവച്ഛേദിക്കുക. നെക്സ്റ്റ്, ചിരസ്ഥായി. എന്താണ്? ചിരസ്ഥായി. ക്ലിയർ. ചിരസ്ഥായി. നെക്സ്റ്റ്, യാദൃച്ഛികം. എങ്ങനെയാണ്? യാദൃച്ഛികം. ഓക്കെ, യാദൃച്ഛികം. നെക്സ്റ്റ് നമ്മൾ അതിഥി. എങ്ങനെയാണ് അതിഥി എന്ന് എഴുതുക? നമ്മൾ പഠിച്ചത് തന്നെയാണ് കേട്ടോ, അധികം വാക്കുകളും ഒന്ന് പരിചയപ്പെടുക മാത്രം. അതിഥി. പിന്നെ സത്യഗ്രഹം. എങ്ങനെയാണ്? സത്യഗ്രഹം. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. നെക്സ്റ്റ്, ശൃംഖല. ശൃംഖല എപ്പോഴും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ശൃംഖല. ഓക്കെ, ക്ലിയർ. സ്ഥിതി. എങ്ങനെയാണ് സ്ഥിതി എന്ന് എഴുതുക? സ്ഥിതി. നെക്സ്റ്റ് എന്താ വേണ്ടത്? നിരാഹാരവ്രതം. എങ്ങനെയാണ് നിരാഹാരവ്രതം? നിരാഹാരവ്രതം. ക്ലിയർ. നിരാഹാരവ്രതം. നെക്സ്റ്റ്, മുഖഛായ. ഒന്ന് എഴുതി നോക്കൂ. മുഖഛായ. മുഖഛായ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, പ്രക്ഷുബ്ധം. എങ്ങനെയാണ് പ്രക്ഷുബ്ധം എന്ന് എഴുതുക? പ്രക്ഷുബ്ധം. ക്ലിയർ. പ്രക്ഷുബ്ധം. ക്ലിയർ ആയല്ലോ. അടുത്തത് ഭാഗധേയം. ഒന്ന് എഴുതി നോക്കൂ. ഭാഗധേയം. ക്ലിയർ. ഭാഗധേയം. നെക്സ്റ്റ്, കണ്ഠം. ഒന്ന് എഴുതി നോക്കൂ. കണ്ഠം. ഓക്കെ. 14ാമത്തെ വാക്ക് വീതി. എങ്ങനെയാ വീതി എന്ന് എഴുതുക? വീതി. 15ാമത്തെ വേർഡ് ഏതാണ്? ഉദ്വേഗം. എങ്ങനെയാണ് ഉദ്വേഗം എന്ന് എഴുതുക? ഉദ്വേഗം. ഓക്കെ. നെക്സ്റ്റ്, അനുഷ്ഠാനം. ഒന്ന് എഴുതി നോക്കൂ. അനുഷ്ഠാനം. അനുഷ്ഠാനം. ക്ലിയർ. 17ാമത്തെ വാക്ക് നമ്മൾ എഴുതുന്നത് വ്രണം. ഒന്ന് എഴുതി നോക്കൂ. വ്രണം. അപ്പൊ ഇത്രയും വാക്കുകളാണ് 9th സ്റ്റാൻഡേർഡ് SSCRT മലയാളത്തിൽ നിന്ന് വളരെ എന്താ പറയാ നമുക്ക് അറിയുന്നത് തന്നെയാണ്.
എന്നാലും ഒന്നും കൂടി പരിചയപ്പെടാം. ഒരുപാട് വാക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞത് തന്നെയാണ്, നമുക്ക് അറിയുന്നതുമാണ്. എന്നാലും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് വാക്കുകളാണ്. പശ്ചിമം, വ്യവച്ഛേദിക്കുക, ചിരസ്ഥായി, യാദൃച്ഛികം, അതിഥി, സത്യഗ്രഹം, അറിയിപ്പോവരുത്, ശൃംഖല, സ്ഥിതി, നിരാഹാരവ്രതം, മുഖഛായ, പ്രക്ഷുബ്ധം, അതുപോലെ തന്നെ ഭാഗധേയം, കണ്ഠം, വീതി, ഉദ്വേഗം, അനുഷ്ഠാനം, വ്രണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഭാഗത്ത് പഠിക്കുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ ക്ലിയർ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള ഏകദേശം ഒരു 380ഓളം പദശുദ്ധി എന്നുള്ള വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ SSCERT മലയാളം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള പരിചയപ്പെടാവുന്ന പുതിയ വാക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ പദശുദ്ധി തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തിവെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പദശുദ്ധി എന്ന് ചോദിച്ച ഇയേഴ്സിൽ ഓരോ ഇയർ വൈസ് ആയിട്ട് നമ്മൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ക്ലാസ്സിന്റെ ശേഷം. ദെൻ നമ്മൾ അടുത്ത മലയാളം ടോപ്പിക്കും ഇതോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലുള്ള ഡിഗ്രി പ്രിലിമിനറിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്നുള്ള 10 മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ കമ്പൽസറിയാണ്. മാത്രമല്ല ഏത് എക്സാമുകൾക്കും മലയാളം ഇപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. ഇത് എത്രത്തോളം റിപ്പീറ്റ് അടിക്കണോ അത്രത്തോളമാണ് നിങ്ങൾക്ക് ഇത് എക്സാം ഹോളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പഠനം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.